അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ നിങ്ങളെല്ലാവരും കാണാറുണ്ടെന്ന് വിശ്വസിക്കട്ടെ. നല്ല നല്ല ടിപ്സുകൾ ഞാൻ ഈടായിട്ട് ഇടുന്നുണ്ട്. അതിനൊക്കെ വ്യൂസ് കുറവാണ്. ഇത് നിങ്ങൾ കാണുന്നില്ലേ ആരും? നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഞാൻ നോക്കാറുണ്ട്. പിന്നെ നമ്മൾ ഇന്ന് ഒരു നല്ല ടിപ്സാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നല്ല ടിപ്സ് എന്ന് പറയുമ്പം നമ്മൾ യുവതി യുവാക്കളിടയ്ക്ക് അല്ലെങ്കിൽ എല്ലാവരുടെ ഇടയ്ക്കും ഉള്ളൊരു കാര്യമാണ്. നമ്മളെ ചുണ്ട് കാരണമില്ലാതെ സോഫ്റ്റ് അല്ല കറുക്കുക. അതുപോലെ അത് നമ്മളെ ചുണ്ട് നമ്മുടെ മുഖത്തിന് എപ്പോഴും ഏറ്റവും ഐശ്വര്യം എന്ന് പറയുന്ന ചുണ്ട് തന്നെയാണ്. അത് വ്യക്തമായ കാര്യമാണ്. കണ്ണും ചുണ്ടും മുഖം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത്. അപ്പം നമ്മുടെ ചുണ്ടിന് സോഫ്റ്റ് ആവാം വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. ഇത് നമ്മൾക്ക് ആഴ്ചയിൽ ഒരിക്കലൊക്കെ ചെയ്താൽ നമ്മുടെ ചുണ്ടുകൾ സോഫ്റ്റ് ആവുകയും പിന്നീട് അതിന് കറുത്ത നിറമൊക്കെ മാറി നല്ല അടിപൊളി ചുണ്ടൊക്കെ ആയി നമ്മുടെ ഐശ്വര്യവും സൗന്ദര്യവും ഒക്കെ നമുക്ക് എടുത്ത് വിളിച്ചു പോകാം. അപ്പം നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ചുണ്ട് ഒരു സോഫ്റ്റ് ആയിട്ട് പിങ്ക് കളറാവാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ: ഒരു സവോള, ഒരു ചെറിയ സൈസ് സവോളയാണ്. അപ്പം കൂടാതെ നാരങ്ങ, തേൻ എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ തേൻ മതിയാകും. പിന്നീട് ഞാനിവിടെ വാസലിൻ. ഇത്രയുമാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പം നമുക്ക് ആദ്യം 1 ടേബിൾ സ്പൂൺ തേൻ എടുക്കാം. തേൻ എല്ലാവർക്കും അറിയാം, നമുക്ക് ചർമ്മത്തിന് ഏറ്റവും എല്ലാവരും യൂസ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് തേന്. അത് നിറം തിളക്കമുള്ളതാകുവാനും സ്കിൻ സോഫ്റ്റ് ആകുവാനും അതുപോലെ തേനിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചർമ്മത്തെ അണുവിമുക്തമാക്കാനും എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയ ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ മാറാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പം ഞാനിപ്പം നമ്മുടെ ചുണ്ടിന് ആവശ്യമായിട്ടുള്ള ആ ഒരു രീതിയിൽ തേൻ എടുത്തു. നമുക്കൊരു 1/4 ടീസ്പൂണോളം ലെമൺ ജ്യൂസ്, നമുക്കതിൻ്റെ അരി മാറ്റാം. ലെമൺ ജ്യൂസ് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്യാം. നാരങ്ങാനീര് എല്ലാവർക്കും അറിയാം നല്ലൊരു ബ്ലീച്ചിങ് ഏജൻ്റാണ്. നമ്മുടെ ചുണ്ടിനെ ചുവക്കാനും ഒരു പിങ്ക് കളർ ബ്ലാക്കൊക്കെ മാറി ഒന്ന് ബ്ലീച്ച് ചെയ്ത് വൈറ്റനിങ് സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ നാരങ്ങാനീര്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇത് തന്നെ നമുക്ക് ചുണ്ടിന് കളർ നൽകും. സോഫ്റ്റ് ആകാനായിട്ട് നമുക്ക് തേനുണ്ട്, ചുണ്ട് സോഫ്റ്റ് ആകും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ചുണ്ടിൽ വാസലിൻ ആദ്യം ഒന്ന് അപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു വാസലിൻ നമ്മുടെ ചുണ്ടിൽ അപ്ലൈ ചെയ്യാം. ഒരു ബേസിക്കാണ് വാസലിൻ. അതിനുശേഷം നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഹണി, അത് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സവോള അതൊന്ന് ഇതിൽ നമ്മുടെ സവോളയുടെ ജ്യൂസ് ഇതിൽ വന്നിരിപ്പുണ്ട്. അപ്പം അഥവാ നമ്മൾ ആ ഒരു ഫ്രഷ് നമ്മൾ എടുത്തിട്ട് കുറച്ച് ടൈം ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഹണിയിലൊന്ന് ഡിപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ചുണ്ടിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക, അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക. ഇതൊരു 2-3 മിനിറ്റ് നമുക്ക് കണ്ടിന്യൂ ചെയ്യണം. 2-3 മിനിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് നമ്മുടെ ഈ ജ്യൂസ് അങ്ങ് തീരും. ആ ഒരു ടൈമിൽ നമുക്ക് ഒന്നുകൂടി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇതുപോലെ ഡിപ്പ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് നമ്മുടെ ചുണ്ടിലിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. 2-3 മിനിറ്റ് ഇതുപോലെ ചുറ്റിച്ച്, അപ്പോൾ ഇതിൻ്റെ ആ ഒരു ജ്യൂസൊക്കെ പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ആ ഫസ്റ്റ് പാളി നമുക്കതങ്ങ് വീണ്ടും കട്ട് ചെയ്ത് കഴിയുമ്പം ഇതിൽ നിന്നും ജ്യൂസ് വീണ്ടും വരും. അപ്പോൾ ആ ഒരു ജ്യൂസ് നമുക്ക് വീണ്ടും ഒന്ന് ഈ ഹണി, നാരങ്ങയും തേനും കൂടെ ചേർത്ത മിശ്രിതം നമുക്കൊന്ന് ഈ ഉള്ളിയിൽ വെച്ചിട്ട് വീണ്ടും നമുക്കൊന്ന് സ്ക്രബ് ഇതുപോലെ തന്നെ
നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇതൊരു 2-3 മിനിറ്റ് തുടർച്ചയായിട്ട് ചെയ്യുക. ശേഷം ഒരു 15 മിനിറ്റ് നമ്മൾ ഇങ്ങനെ 2-3 മിനിറ്റ് തുടർച്ചയായിട്ട് ചെയ്തതിന് ശേഷം 15 മിനിറ്റ് ഒന്ന് ഗ്യാപ്പിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഒന്ന് സ്ക്രബ് ചെയ്യുക. അതുപോലെ വീണ്ടും ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ആ സമയത്തൊക്കെ നമ്മുടെ ഈ ഒണിയൻ്റെ നമ്മുടെ സവോളയുടെ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇതുപോലെ നമുക്കൊരു 15 മിനിറ്റ് ചെയ്യാം. ശേഷം നമുക്കിതൊന്ന് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകാം. അപ്പോൾ 15 മിനിറ്റ് വരെ ഞാൻ അതൊന്ന് സ്ക്രബ് ചെയ്തിരുന്നു. അതിനുശേഷം ഞാൻ ചുണ്ട് അത് ഒന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് ഒരു ലിപ് ബാം അല്ലെങ്കിൽ ലിപ് ഗ്ലോയോ എന്തെങ്കിലും ഒന്ന് യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ നമ്മുടെ വാസലിൻ തന്നെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കുക. തേൻ ചുണ്ടിൻ്റെ നമുക്ക് ലിപ്സിന് ഒരു ലിപ്സിൻ്റെ ഏറ്റവും അതിൻ്റെ സംരക്ഷണത്തിനും അതുപോലെ ലിപ്സിനുണ്ടാകുന്ന നമ്മൾ വെടിച്ചു കീറൽ അതുപോലെ ചുണ്ട് പൊട്ടുന്ന എല്ലാത്തിനും ഏറ്റവും ബെറ്ററാണ്. സ്കിന്നിൻ്റെ ഏറ്റവും ബെറ്ററായിട്ട് ട്രീറ്റ്മെൻറ്റിന് ഏറ്റവും നല്ലതാണ് തേൻ എന്ന് പറയുന്നത്. അത് ചുണ്ടിൽ സ്ഥിരമായിട്ട് നിങ്ങൾ ഇതിപ്പം ആഴ്ചയിൽ 1-2 തവണ ചെയ്യുക. കൂട്ടത്തിൽ ഇപ്പം അത് നമുക്കിപ്പോൾ സവോള ചെയ്യുന്നത് കൂടാതെ ആ ഹണി നമ്മുടെ ഈ തേനിനകത്ത് പഞ്ചസാര ഇട്ട് നോർമലി സ്ക്രബ് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും ഇപ്പം ചെയ്തതുപോലെ ഒന്ന് ചെയ്യുക. അതുപോലെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ തേനിനകത്ത് ഷുഗർ ആഡ് ചെയ്ത് പഞ്ചസാരയും തേനും കൂടി മിക്സ് ചെയ്തിട്ട് അതിനകത്ത് നാരങ്ങ ജ്യൂസ് അല്പം ഒഴിച്ച് ഇതുപോലെ 1/4 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ഒഴിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ലിപ്സിന് നല്ല ഒരു സോഫ്റ്റും അതുപോലെ പിങ്ക് കളർ നല്ല ബേബി പിങ്ക് കളർ ലിപ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അപ്പം നിങ്ങൾ ആഴ്ചയിലേക്ക് ഇത് ചെയ്യുക. പിന്നെ ഉറപ്പായിട്ടും നമ്മുടെ ചുണ്ട് നാച്ചുറലാവും. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ സോഫ്റ്റായ ചുണ്ടിനും ചുണ്ട് ചുമക്കാനും ഒക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിക്കും. അപ്പോൾ അതോടൊപ്പം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നല്ല നല്ല കമൻറ്റുകൾ എല്ലാവരും പുതിയ നല്ല വീഡിയോകൾക്കായിട്ട് നിങ്ങൾ പ്രോത്സാഹനം തരിക. നമ്മളിടും. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നല്ല നല്ല വീഡിയോസ് തീർച്ചയായിട്ടും. എല്ലാവർക്കും നന്ദി.